നമസ്കാരം. പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ബലാത്സംഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രായപൂർത്തിയായത് വരാം, പ്രായപൂർത്തിയാകാത്തത് വരാം, എല്ലാം വരാം. പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ചിട്ട്, നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാവുന്നതിന് 18 വയസ്സ് പ്രായപൂർത്തി. പക്ഷേ എന്നാലും ഇതിനോട് താഴെ വരുന്ന ആളുകൾക്ക്, കുട്ടികൾ തന്നെയും ഒരുപാട് ബലാത്സംഗം ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നിയമം, ഇപ്പം നമുക്ക് ന്യായാധിപന്മാരെ കുറ്റം പറയാൻ ഒക്കത്തില്ല. അവർക്ക് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിന് അകത്ത് വെച്ച് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ജുവനൈൽ പിള്ളേർ എന്തെങ്കിലും ദോഷം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥ ശിക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. അതിൻ്റെ കാരണം നമ്മൾ ഈ കുട്ടികളെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്നില്ല. അത് വീട്ടിലായാലും ശരി, സ്കൂളിലായാലും ശരി, എല്ലാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണ്. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടിപ്പം എത്രയോ വർഷം, 70 വർഷത്തിൽ കൂടുതലായി. അന്നും നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് നമ്മൾ പറഞ്ഞെങ്കിലും ഒരു അൺഡെവലപ്ഡ് കൺട്രിയാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. കാരണം ഈ ജീവിത സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ആർക്കും ഇല്ല. ഈ നമ്മൾ കാണുന്ന ഈ ഡെവലപ്പ് എല്ലാം കാണുന്ന ഈ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും എത്രയോ ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം പോലും ലൈറ്റ് പോലും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവർക്ക് ഏത് എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കാനാണ്? പക്ഷേ നമ്മൾ എപ്പോഴും ഈ യൂറോപ്യൻ കൺട്രി, അമേരിക്കൻ കൺട്രികൾ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ അവർക്ക് എല്ലാത്തിനെ പറ്റിയും കുട്ടിക്കാലം തൊട്ടേ എല്ലാത്തിനെ പറ്റി അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യയിലെ കൊച്ചു കുട്ടികളിലെ ആളുകൾ വന്നു കഴിഞ്ഞാൽ തന്നെയും വെടി വലിക്കുന്നവരാണെങ്കിൽ അവിടെ ഇട്ട് സേർട്ട് വലിക്കുന്നവർ അവിടെ ഇന്ന സ്ഥലമൊന്നുമില്ല, ഇട്ടൊരു ചവിട്ടോട്ട്. അതേസമയം യൂറോപ്പിൽ നിന്ന് അമേരിക്ക ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലൊരു വേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കും എവിടെയെങ്കിലും വേസ്റ്റ് ബോക്സ് ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് എവിടെ ഇടുമെന്ന്. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കും. അത്രയും ആ ഒരു ട്രെയിനിങ് ഇതുപോലെ എല്ലാ ഫീൽഡിലും ഉണ്ട്. ഈ കുട്ടികൾക്ക് സെക്ഷൽ ട്രെയിനിങ് അതായത് അത്യാവശ്യമാണ്. അത് സെക്ഷൽ സ്റ്റഡി, അത് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്കാലം തൊട്ടേ അവരെ പഠിപ്പിക്കണം. അത് ഡെവലപ്പ് കൺട്രീസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളത് റിലീജിയസ് ആയിട്ടൊരു പാപകർമ്മം പോലെ കുട്ടികളെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? കുട്ടികൾക്കാണ് കൂടുതൽ ചോദ്യം വരുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഒന്ന് കുട്ടികൾ ചോദിക്കും, ഡോക്ടറെ പോയി കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാൻ പറയും, മക്കളെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയത്തില്ല. പക്ഷേ എനിക്ക് അറിയണമെന്ന്. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനവരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കും. പക്ഷേ ഇത് ഒരു അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒരു ടീച്ചറിൻ്റെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നും മിണ്ടത്തില്ല. അവർ നിങ്ങൾ വളരുമ്പോൾ കുറച്ച് പഠിച്ചോളും. അപ്പോൾ ഒന്നും വേണ്ട. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ നിങ്ങൾ അറിയാനുള്ള പ്രായമൊന്നും ആയി. പക്ഷേ അവരുടെ ക്യൂരിയോസിറ്റിയാണ്. അതിൻ്റെ തമാശ വരെ ഞാൻ പറഞ്ഞുതരാം. അത് അമേരിക്കയിൽ ഒരു രണ്ട് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ പയ്യനൊരു ആഗ്രഹം കൊച്ചിനെ ഒന്ന് കാണണം. കൊച്ചിൻ്റെ ആഗ്രഹം അതിൻ്റെ സെക്ഷൽ പാർട്ടൊന്ന് കാണണം. അപ്പോൾ അവർ പറഞ്ഞ്, ക്യാൻ യു ഷോ യുവർ തിങ്സ്? ഐ ക്യാൻ ഷോ യു. യു ക്യാൻ ഷോ യു യുവർ തിങ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും കാണാം. കാരണം അവർ കാണിച്ചു തരാം, കുഴപ്പമില്ല, അവർക്കത് പ്രശ്നമില്ല. അതേസമയം അവർ കുട്ടിക്കാലം തൊട്ടേ അവരുടെ പ്രൈവറ്റ് പാർട്ടുകൾ എങ്ങനെ ക്ലീൻ ചെയ്യണം, പിന്നെ നിങ്ങൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യണം, ഇതെല്ലാം കുട്ടിക്കാലം തൊട്ടേ അവരെ പഠിപ്പിക്കും. നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഇതൊരു പാപകർമ്മമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ദോഷങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മൾ പിന്നൊരു എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ ബലാത്സംഗം ചില ആൾക്ക് അവരുടെ ആഹാര രീതി, ചുറ്റുപാട്, ഇതിനെല്ലാം ആശ്രയിച്ചിട്ട് അവർ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇതെല്ലാം അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകും. പക്ഷേ ആ ആകാംക്ഷ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ നേരെ തിരിച്ചറിയണം. ഒന്നാമത് നമ്മുടെ ഈ ചുറ്റുപാടുകളാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഡൽഹിയിലോ ബോംബെയിലോ വലിയ അവരുടെ അപ്പോൾ ചോദിക്കഴിഞ്ഞാൽ ഒരു മുറിയിൽ തന്നെ ഭാര്യയും ഭർത്താവും ഇതെല്ലാം ഇവർ സെക്ഷൽ കോണ്ടാക്ട് ചെയ്യുന്നത് കൊച്ചുങ്ങൾ വിളക്കുന്നവർ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ ഇതിൽ ക്യൂരിയോസിറ്റി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെല്ലാം പഠിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചെടുക്കും. ഇല്ലെങ്കിൽ അവന് കുട്ടിക്കാലം തൊട്ടേ ഈ
ബലാത്സംഗം ചെയ്യാനുള്ള ടെൻഡൻസി അവനുണ്ടാവും. അത് നമ്മുടെ സമൂഹം തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിയമം നോക്കിയിട്ട് കാര്യമില്ല. ഓരോ രാജ്യത്തിനും ഓരോ നിയമം. നല്ല ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, 9 വയസ്സുള്ള കൊച്ചുങ്ങളെ കല്യാണം കഴിക്കാം. എവിടെ? ഇറാനിൽ. അത് പിന്നെ കൊച്ചിന് 9 വയസ്സ് വേണം കല്യാണം കഴിക്കുന്ന. പിന്നെ ഈ ആണിന് പ്രായപരിധിയില്ല. ഇപ്പോൾ 80-90 ആയാലും കുഴപ്പമില്ല. അവൻ്റെ പിന്നെ മക്കളുടെ പ്രായമായി കഴിഞ്ഞാലും ആ കൊച്ചിനേക്ക് ലീഗലായിട്ട്, അതാണ് ഏറ്റവും വലിയൊരു പരിതാപകരം, ലീഗലായിട്ട്. പക്ഷെ നമ്മുടെ പിന്നെ അതായത് ഈ നിയമങ്ങൾ കുറേ ആളുടെ ആവശ്യത്തിനനുസരിച്ചല്ലേ ഉണ്ടാക്കേണ്ടത്. ഇതവർ പൊതുവായിട്ടൊരു നിയമം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ഈ ന്യായാധിപന്മാർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ചില കുട്ടികൾ ഇൻബോൺ പിന്നെ ക്രിമിനൽസ് അവരെങ്ങനെ ഉണ്ടാകുന്നു? നമ്മുടെ സമൂഹം തന്നെയാണ് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടാക്കുന്നത്. അവർക്ക് നല്ലൊരു സാഹചര്യം അല്ലെങ്കിൽ നല്ലൊരു പഠന ക്ലാസ്സുകൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാറി കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ 17 വയസ്സുള്ള ഒരു കുട്ടിക്ക് അവൻ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാലും അവൻ്റെ ശിക്ഷ വളരെ കുറവാണ്. പക്ഷേ ഏത് പ്രായമായി കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷയല്ല പ്രധാനം, അവനെ ബോധവൽക്കരിച്ച് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ചില ആളുകൾക്ക് ഗുണ്ടായുസമുള്ളവർക്ക് ഇവർക്ക് ഇതൊരു തൊഴിലായിട്ട് മാറ്റുന്നവരെ അവർക്ക് മാക്സിമം ഉള്ള ശിക്ഷ കൊടുക്കണം. അതിനവർ ഈ പ്രായപരിധി വരെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ ഗുണ്ടായുസം തന്നെ അവർ കുട്ടികളെയും കൂടി അവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കുട്ടികളെ അവന് വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെ കൂടെ നശിപ്പിക്കും. അപ്പം അവർക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കി പ്രത്യേക രീതിയിൽ അവരെ ശിക്ഷിച്ചിട്ട് അവർ പ്രത്യേക രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അല്ലാതെ പോലെ നമുക്ക് നിവർത്തിയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പം തന്നെ. അതായത് നമ്മുടെ പിന്നെ സാഹചര്യമാണ് മനുഷ്യനെ നന്നാക്കുന്നതും മോശമാക്കുന്നതും. ഇപ്പം നമ്മുടെ രാഷ്ട്രീയ കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഏത് കാര്യം ഉണ്ടെങ്കിലും രാഷ്ട്രീയം ഇടപെടും. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ പിള്ളേർക്ക് നേരെ പഠിക്കാൻ ഒക്കത്തില്ല, അവിടെയും രാഷ്ട്രീയം. കോളേജുകളിൽ അവിടെയും രാഷ്ട്രീയം. പഴയ കാലത്തൊക്കെ കുട്ടികൾ ഈ പെൻസിലും പിന്നെ പേപ്പറും അല്ലെങ്കിൽ ബുക്കും ഒക്കെ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ അവർ പോകുന്നത് മയക്കുമരുന്നും പിന്നെ കത്തിയും അതും ഇതുമൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അധ്യാപകന്മാരെ പിന്നെ ഉപദ്രവിക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളും വരും. ഇത് അവസാനം വന്ന് നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവരുടെ ചുമതലയും കൂടിയാണ് നമ്മുടെ സമൂഹത്തിനെ നന്നാക്കുക എന്നുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും നമുക്കിത് കേട്ടതിന് നിങ്ങൾക്കൊരു പ്രയോജനം വരണം. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ്. ഒരു മനുഷ്യനെ ശരീരമായിട്ടും മാനസികമായിട്ടും എങ്ങനെയാണ് ദോഷവശം ഇല്ലാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനം നമുക്ക് അങ്ങനെ ഹാർട്ട് ഡിസീസിനെ പറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് മാറ്റുന്നത് എങ്ങനെയാണ്, പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഇല്ലാതെയും ബൈപ്പാസ് സർജറി ഇല്ലാതെയും അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലേസർ എന്ന് പറയും. അത് യൂറോപ്പിലും അമേരിക്കയുമാണ് കൂടുതൽ പുരോഗമിച്ചിട്ടുള്ളത്. അതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു തരാം.